അനീഷ്, ഈ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ എത്ര വലിയ സാഹസികത കാണിക്കാനും പലരും ഇന്നത്തെ കാലത്ത് മുതിരുന്നത് നമ്മൾ പലകുറി കണ്ടിട്ടുണ്ട്. അത് വലിയ അപകടങ്ങളിലേക്ക് പലപ്പോഴും നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ സമാനമായ ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ആൽവിനും കൂട്ടുകാരും സ്ഥിരം റീൽസ് താരങ്ങളാണോ? സ്ഥിരം റീൽസ് താരങ്ങളല്ല ആൽവിൻ, പക്ഷേ ഈ പ്രൊഫഷണലായി തന്നെ റീൽസ് ചിത്രീകരിക്കാൻ വൈദഗ്ധ്യമുള്ള ആണെന്നുള്ള ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുതിയ വാഹനം എടുത്തപ്പോൾ, ഈ സാധാരണഗതിയിൽ ഈ പുതിയ വാഹനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുക. ആൽവിൻ്റെ 2 സുഹൃത്തുക്കളുടെ വാഹനങ്ങളാണ് 2 അപ്പോൾ ഈ 2 വാഹനങ്ങളും തമ്മിൽ ഉള്ളൊരു ഓട്ടം കാഴ്ചയിൽ തന്നെ നല്ല ആഡംബരമുള്ള അത്യാവശ്യം വിലയുള്ള ഒരു വാഹനം ഡിഫൻഡറും ഒരു വാഹനം ബെൻസുമാണ്. ഇത്തരം 2 വളരെ വിലയേറിയ 2 വാഹനങ്ങളാണ്. ഈ 2 വാഹനങ്ങൾ വഴിയിലൂടെ ഒഴുകി വരുന്ന ദൃശ്യങ്ങൾ, രണ്ടും പരസ്പരം ചേസ് ചെയ്ത് മുന്നോട്ട് വരുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനാണ് ആൽവിൻ ശ്രമിച്ചത്. ഈ 2 വാഹനങ്ങളിലെ ഡ്രൈവർമാരാണ് ഈ വാഹന ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങിയത്. നമുക്ക് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വെള്ളയിൽ പോലീസ് സ്റ്റേഷനാണ്. ഈ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്താണ് ഈ 2 വാഹനങ്ങളും ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അതിന് തൊട്ട് സമീപത്തുള്ള ഒരു വഴി, ആ വഴി നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ആ വഴിയിലാണ് ഇത്തരമൊരു ചിത്രീകരണം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വഴിയാണ്, ഈ വഴിയിലൂടെയാണ് ഈ 2 വാഹനങ്ങളും വരികയും അതിൻ്റെ ഒരു വശത്ത് നിന്ന് ഈ ആൽവിൻ ഈ വാഹനങ്ങളുടെ വരവ് ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. പക്ഷേ ദാരുണമായൊരു അപകടത്തിലേക്കാണ്, ഒരു അത്യാഹിതത്തിലേക്കാണ് ആ സംഭവം നയിച്ചത്. 20 വയസ്സുള്ള ഒരു യുവാവിന് ജീവിതം നഷ്ടമാവുന്നൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഇവരുടെ ഗ്യാങ്ങിൽ എത്ര പേരുണ്ടായിരുന്നു അനീഷ്? ഇവരിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണോ, അതോ അവർക്ക് എന്തെങ്കിലും പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ? അതേക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇവരുടെ സംഘത്തിൽ എത്ര പേരുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷിച്ച് വരുന്നേ ഉള്ളൂ. കാരണം ആദ്യം തന്നെ ഇത്തരം ഒരു അപകടമുണ്ടായപ്പോൾ അവരെ വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു നീക്കം ഉണ്ടായി. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ആൽവിൻ ഉണ്ടായിരുന്നു, തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഇവരുടെ കൂടെ ഒപ്പമുണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. ഈ പോലീസിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ ഇനിയും മുന്നോട്ട് നീങ്ങും. എന്താണ് കൃത്യത്തിൽ സംഭവിച്ചത്, എന്ത് തരത്തിലുള്ള പിഴവാണ് ഇത്തരമൊരു ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പരിശോധന നടക്കുന്നു. CCTV ദൃശ്യങ്ങളും മറ്റും ഈ സമീപ പ്രദേശങ്ങളിൽ ഉള്ളത് പരിശോധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഡാഷ് ക്യാമറകളോ മറ്റു ക്യാമറകളോ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നതിന് ഇനിയും ഒരു കൃത്യമായ ഒരു തെളിവ് അല്ലെങ്കിൽ ഉണ്ട് എന്ന കാര്യത്തിൽ പോലീസ് ഒരു കൃത്യമായ കാരണം പറഞ്ഞിട്ടില്ല. ഒപ്പം ഈ ആൽവിൻ്റെ ഫോൺ ലഭിച്ചാൽ ഏത് തരത്തിലാണ് ഈ അപകടം നടന്നത് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ ചിത്രം ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ, അതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ആ റോഡ് കാണുമ്പോൾ എത്രത്തോളം സാഹസികതയാണ് ഈ യുവാക്കൾ നടത്തിയത് എന്നുള്ളത്. വളരെ സജീവമായ ഒരു റോഡിലാണ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഓടിക്കുകയും അതൊരു അപകടത്തിൽ ചെന്ന് കലാശിക്കുകയും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും അല്ലേ? തീർച്ചയായും ഈ പുതിയ വാഹനമാണ്, അല്ലെങ്കിൽ ആഡംബര വാഹനമാണ്. ഈ വാഹനം എടുക്കുമ്പോൾ തന്നെ ഒരു ഹരമാണ്. പലപ്പോഴും നമുക്കറിയാം, നമ്മളൊക്കെ ആയാലും ഇരുചക്ര വാഹനമോ അല്ലെങ്കിൽ 4 ചക്ര വാഹനമോ ഒക്കെ എടുക്കുമ്പോഴും അതിൻ്റെ ഒരു ആഘോഷം എന്ന രീതിയിൽ പലപ്പോഴും റീൽ തയ്യാറാക്കാറുണ്ട്. ഈ റീൽ തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങളിൽ മറ്റും ഷെയർ ചെയ്യും. സ്റ്റാറ്റസായി മറ്റുമൊക്കെ ഇട്ട് ആളുകളെ കാണിക്കുക എന്നൊരു വലിയ ഒരു ലക്ഷ്യമാണ്. അതൊരു സന്തോഷവുമാണ്. അത്തരമൊരു സന്തോഷമാണ് ഇപ്പോൾ ഈ ദാരുണമായ സംഭവത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പുതിയ വാഹനമാണ് ഡിഫൻഡർ, പുത്തൻ വാഹനം, രജിസ്റ്റർ നമ്പർ പോലും ആവാത്ത ഒരു വാഹനമാണ്. ആ വാഹനമാണ് ഈ അപകടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വാഹനം. 2 വാഹനങ്ങളും തമ്മിൽ ചേസ് ചെയ്യുമ്പോൾ അതിലൊരു വാഹനം ഈ യുവാവിൻ്റെ അല്ലെങ്കിൽ ഈ 20-കാരൻ്റെ മേലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ വാഹനം നിയന്ത്രണം വിട്ടു പോകുന്നതാണോ, അല്ലെങ്കിൽ ഡ്രൈവർക്ക് സംഭവിച്ച പിഴവാണോ, അല്ലെങ്കിൽ ഈ നേരത്തെ നിശ്ചയിച്ച ഇടത്തിൽ നിന്നും ഈ യുവാവ് മാറിയതാണോ മറ്റൊക്കെ ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം നടന്നിരിക്കുന്നു. പോലീസ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥരാരും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ അവർ പുറത്തേക്ക് പോയിരിക്കുന്നുവെന്നും നമുക്കറിയാൻ കഴിയുന്നു. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരുന്ന നിമിഷങ്ങളിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും. എന്താണ് കൃത്യമായി ഈ അപകടത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമായ സാഹചര്യം, എന്ത് കാരണമാണ് ഈ
വാഹനം നിയന്ത്രണം വിട്ടുപോകാൻ, അല്ലെങ്കിൽ വാഹനം ഓടിച്ച ഡ്രൈവർക്ക് ഉണ്ടായ അശ്രദ്ധയാണോ, അല്ലെങ്കിൽ നേരത്തെ നിശ്ചയിച്ച ഇടത്തിൽ നിന്നും ഈ മാറി നിന്നതാണോ അപകട കാരണം എന്നിവയെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ ചിത്രം ഇനി വരും മണിക്കൂറുകളിൽ ലഭിക്കും. തീർച്ചയായും അനീഷ്, അത്തരം വിവരങ്ങൾ, കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അനീഷ്, ഒരു കാര്യം, ഇത് ഇപ്പോൾ ആൽവിന്റെ സുഹൃത്തുക്കൾ തന്നെ വാങ്ങിയ വാഹനമാണോ, അതോ നേരത്തെ അനീഷ് തന്നെ സൂചിപ്പിച്ചു ഇത്തരത്തിൽ പ്രൊഫഷണലി ഇത്തരം റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നതിൽ വൈദഗ്ധ്യമുള്ള ആളാണ് ആൽവിൻ. അത്തരത്തിലാണെങ്കിൽ ഒരു പെയ്ഡ് വീഡിയോഗ്രാഫർ എന്നുള്ള നിലയിൽ ആൽവിൻ അവിടേക്ക് എത്തിയതാണോ, അതോ ആൽവിന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി തന്നെ ചിത്രീകരിച്ച വീഡിയോ ആണോ? അതേക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വൈകാതെ നമുക്ക് കിട്ടും. നമുക്ക് ചില സൂചനകൾ, അതായത് ഒരു വിദഗ്ധനായ റീൽ മേക്കറായ ഒരാളാണ് അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ഈ പണം നൽകി അല്ലെങ്കിൽ പ്രൊഫഷണലായി ഇത് ജോലി ചെയ്യാൻ വന്നതാണോ, അല്ലെങ്കിൽ ഇനി സുഹൃത്തുക്കൾക്ക് വേണ്ടി സൗജന്യം എടുത്തു കൊടുക്കാൻ വന്നതാണോ അടക്കമുള്ള വിവരങ്ങൾ നമുക്ക് അധികം വൈകാതെ കൊടുക്കാൻ കഴിയും. പക്ഷേ ഈ റീൽസ് എടുക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള ഒരാൾ തന്നെയാണ് 20 റീൽസുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായുള്ള ഒരു വിവരത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ പൂർണ്ണ വിവരങ്ങൾ വൈകാതെ പുറത്തു വരും. ഈ റീൽസ് എടുക്കുന്നതിൽ വളരെ കമ്പമുള്ള, അല്ലെങ്കിൽ അതിലേറെ താല്പര്യമുള്ള, അതിൽ കഴിവ് പ്രകടിപ്പിച്ചിരുന്ന ഒരാൾ ആണ് ഈ ആൽവിൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും കോഴിക്കോട് ബീച്ച് റോഡിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. റീൽ ചിത്രീകരണത്തിനിടെയാണ് 20 വയസ്സുകാരനായ ആൽവിൻ എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടിരിക്കുന്നത്. പുതുതായി വാങ്ങിയ വാഹനങ്ങളുടെ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ആ വാഹനം തന്നെ ഇടിച്ചാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.